ബിജു മേനോൻ പ്രമോഷൻ എത്താത്തത് നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടമുണ്ടാക്കി എന്നായിരുന്നു പരാതി. ജോയ്മോൻ ജോസ് വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. ജോയ്മോനെ, ഗുഡ് മോർണിംഗ്. കരാറുകളുടെ ലംഘനമാണ് ബിജു മേനോന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ മാത്രമല്ല, 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു ചെറിയ എമൗണ്ട് അല്ല എന്ന് ഫെഫ്ക ഭാരവാഹികൾ അടക്കം പറയുന്ന കാര്യവുമാണ്. അപ്പോൾ ഇതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൂടി രംഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് നീക്കങ്ങൾ നടക്കുന്നത്? ജോയ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു പറഞ്ഞതുപോലെ തന്നെ ഏറെ അതായത് നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ നടപടിയെടുത്തുകൊണ്ട് ബിജു മേനോൻ നടപടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ലിസ്റ്റൻ സ്റ്റീഫൻ ബിജു മേനോനെ വെച്ച് ചെയ്യുന്ന സിനിമയുടെ പ്രതിഫലത്തിൽ നിന്നാണ് നഷ്ടമുണ്ടായ നിർമ്മാതാവ്, അതായത് അനൂപ് കണ്ണന് അതായത് നഷ്ടം വന്ന 25 ലക്ഷം രൂപ ബിജു മേനോന്റെ പ്രതിഫലത്തിൽ നിന്ന് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് ഇത്തരത്തിൽ ബിജു മേനോനെതിരെയുള്ള ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ആരോപണം ഉണ്ടാകുന്നത്. അതായത് ഫെഫ്കയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണനാണ് ഇത്തരത്തിൽ അനൂപ് കണ്ണന് ഇത്തരത്തിലുള്ള നഷ്ടമുണ്ടാകാൻ ബിജു മേനോന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലുണ്ട്, അല്ലെങ്കിൽ ബിജു മേനോന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കമാണ് ഇത്തരത്തിലുള്ള നഷ്ടത്തിന് കാരണം. അതായത് ഈ സിനിമാ താരങ്ങളുമായിട്ട് ഒപ്പിടുന്ന കരാറിൽ കൃത്യമായിട്ട് വ്യവസ്ഥകളുണ്ട്. അതായത് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോഷൻ പരിപാടികളിൽ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ പറഞ്ഞ രീതിയിലുള്ള പരിപാടികൾ ഇത്ര മണിക്കൂർ പരിപാടിയിൽ നടന്മാർ അല്ലെങ്കിൽ താരങ്ങൾ പങ്കെടുക്കണമെന്നുണ്ട്. പക്ഷേ ഇത് ലംഘിച്ചതിനെ തുടർന്നാണ് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സിനിമ, അതായത് ബിജു മേനോൻ ഇതിനു മുൻപ് അഭിനയിച്ച് നടന്ന സംഭവം എന്ന സിനിമയിലെ നിർമ്മാതാവാണ് അനൂപ് കണ്ണൻ. അപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷനിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നഷ്ടം നിർമ്മാതാവിന് സംഭവിച്ചത്. അതായത് പല ഘട്ടത്തിലും ബിജു മേനോനോട് കരഞ്ഞും അല്ലെങ്കിൽ പല രീതിയിൽ സമീപിച്ചിട്ടും ഒരു പ്രൊമോഷനിലും പങ്കെടുക്കാൻ, അതായത് ഏകദേശം ഒരു 2.5 മണിക്കൂർ താഴെ മാത്രമാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷനുകൾ ബിജു മേനോൻ പങ്കെടുത്തത്. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ബിജു മേനോൻ പരിപാടിയിൽ പങ്കെടുക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത്തരത്തിൽ അനൂപ് കണ്ണന് ഒരു നഷ്ടമുണ്ടാകുന്നത്. അതായത് പ്രൊമോഷൻ പരിപാടികളിൽ നടൻ പങ്കെടുക്കാത്തതിനെ തുടർന്ന് പിന്നാലെ ഈ ഒരു കാര്യത്തിൽ പിന്നെ ഇന്നലെയാണ് ഒരു വെളിപ്പെടുത്തൽ ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ഇതേറെ ചർച്ചയായിരുന്നു. അപ്പോൾ ആ ചർച്ചയ്ക്ക് അതുപോലെ തന്നെ അതിനുശേഷം ഈ താരങ്ങൾ, സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ഈ കരാർ പാലിക്കുമ്പോൾ ചില താരങ്ങളിൽ നിന്ന് ഇത്തരം ഉണ്ടാകുന്ന സമീപനങ്ങൾ വലിയൊരു നഷ്ടമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നോണമാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാലും ഇന്ന് അമ്മ സംഘടനയും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇന്ന് അമ്മ സംഘടനയ്ക്ക് ഇത് വ്യക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ഒരു കത്തും നൽകുന്നുണ്ട്. സേതു.